സ്റ്റാൻലിയുമായിട്ടുള്ള പ്രണയകാലത്തെക്കുറിച്ച് ഓർക്കുകയാണ് വൈജ. അതായത് ആഗ്രയിലെ സെൻറ്റ് ജോൺസ് കോളേജിൽ വൈജ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈജ താമസിക്കുന്നത് ചേട്ടനായ ഗംഗാധര മേനോൻ്റെയും ചേട്ടത്തിയമ്മ മാലതിയുടെയും കൂടെയാണ്. അപ്പോൾ ഗംഗാധര മേനോൻ്റെ ജൂനിയറായിരുന്ന ഒരു പയ്യൻ, പുനലൂരുകാരനായിട്ടുള്ള ഒരു നസ്രാണി പയ്യൻ, ഇത്തിരി കർക്കശക്കാരനും സ്ട്രിക്റ്റുമായിട്ടുള്ള ഒരു ജൂനിയർ ഓഫീസറാണ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് നാട്ടിലൊക്കെ പോയി വരുമ്പോൾ ചില പലഹാരങ്ങൾ, അച്ചാറുകളൊക്കെ മാലതി ചേച്ചിക്ക് കൊണ്ടു കൊടുക്കാറുണ്ടായിരുന്നു. ഈ പയ്യനാണ് നമ്മുടെ സ്റ്റാൻലി. അപ്പോൾ സ്റ്റാൻലിയുടെ അമ്മ ചിന്നമ്മ ഉണ്ടാക്കി തരുന്ന പലഹാരങ്ങളും അച്ചാറുകളെല്ലാം മാലതി ചേച്ചിക്ക് കൊണ്ടു കൊടുക്കും. അതിനുശേഷം അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും സ്റ്റാൻലി അന്വേഷിച്ചിരുന്നു. യഥാർത്ഥത്തിൽ സ്റ്റാൻലി അങ്ങനെ ചെയ്തിരുന്നത് മാലതി ചേച്ചിയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ലായിരുന്നു. വൈജ എന്ത് പറയുന്നു, വൈജയ്ക്ക് ഇതൊക്കെ ഇഷ്ടമായിരുന്നു, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അത് ഗംഗാധര മേനോൻ്റെ സുന്ദരിയായിട്ടുള്ള സഹോദരിയുടെ താല്പര്യങ്ങളും അതുപോലെ തന്നെ ഇഷ്ടങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് അങ്ങനെ ചെയ്തിരുന്നത്. പിന്നെ അവളെ കാണണം, സംസാരിക്കണം, എല്ലാം നന്നായിരുന്നോ എന്നൊക്കെ അവളുടെ മുഖത്തുനിന്ന് ഉത്തരം പ്രതീക്ഷിക്കണം. അത്രയൊക്കെയാണ് അയാളുടെ ഓരോ ചോദ്യത്തിനും ഉണ്ടായിരുന്നത്. പിന്നെ ഗംഗേട്ടനാണെച്ചെങ്കിൽ ആ ജൂനിയർ ഓഫീസറോട് ഭയങ്കര സ്നേഹമായിരുന്നു. അയാൾ നല്ല ബുദ്ധിമാനാണ്, സമർത്ഥനാണ്, ഉയരങ്ങൾ താണ്ടി കടന്നു പോകും, കുറഞ്ഞ പക്ഷം ഒരു ബ്രിഗേഡിയറോ അല്ലെങ്കിൽ ഒരു കമാൻഡറോ ആയേക്കാം, അതിനുള്ള കാലിബറുള്ള ഒരു പയ്യനാണ് എന്നാണ് സ്റ്റാൻലിയെക്കുറിച്ച് ഗംഗേട്ടൻ മാലതി ചേച്ചിയോട് പറഞ്ഞിരുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വൈജയുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും ഒരു ആരാധന വന്നു. അപ്പോൾ ഗംഗേട്ടനും മാലതി ചേച്ചിയും അവിടെ ഉള്ളപ്പോൾ കൂടുതൽ സംസാരിക്കാനൊന്നും വൈജയ്ക്ക് അവസരം കിട്ടിയിരുന്നില്ല. എന്നാലും ഒരു നോട്ടത്തിൽ, ഒരു ചിരിയിൽ എല്ലാം ഉണ്ടായിരുന്നു. ഒത്തിരി പരുഷമായിട്ടുള്ള പ്രകൃതമാണ് സ്റ്റാൻലി, കർക്കശക്കാരനാണ്, വളരെ പിശുക്കിയേ സംസാരിക്കൂ. എന്നാലും വൈജയെ കാണുമ്പോൾ സ്റ്റാൻലിയുടെ മുഖത്ത് ഒരു ചിരിയുണ്ട്. സ്നേഹം തുളുമ്പുന്ന കണ്ണുകളായിട്ടാണ് വൈജയെ സ്റ്റാൻലി നോക്കിയിരുന്നത്. അപ്പോൾ ഈ ധീരനായ സൈനികനോട് വൈജയ്ക്ക് ആരാധനയായി, അത് പിന്നെ സ്നേഹമായി. പിന്നീട് ഗംഗേട്ടന് മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സിലോട്ട് മാറ്റം കിട്ടി പോകുന്ന സമയത്താണ് വൈജയ്ക്കും സ്റ്റാൻലിക്കും ഒരു ഫ്രീഡം കിട്ടുന്നത്. അവർ സ്വാതന്ത്ര്യത്തിലൂടെ സംസാരിക്കും, പിന്നെ ഫോൺ ചെയ്യും, ഇടയ്ക്ക് കത്തുകൾ എഴുതും, ഇതൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ വൈജയന്തിയെ അവിടെ നിന്ന് പറഞ്ഞയക്കാതിരിക്കാൻ വേണ്ടി വൈജയന്തിക്ക് അവിടെയുള്ള സെൻറ്റ് ക്ലെയർ സ്കൂളിൽ സ്റ്റാൻലിയുടെ ശുപാർശയിൽ ഒരു ജോലിയും കിട്ടി. ആ ജോലിയും കൂടി ആയപ്പോൾ പിന്നെ അവർക്ക് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമായി. അവർ ഡൽഹി മുഴുവൻ ഒരുമിച്ച് കറങ്ങാനും കാണാനും ഒക്കെയായി നടന്നിരുന്നു. പിന്നെ അവരുടെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സമയത്തുള്ള പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു വൈജയ്ക്ക് ഇന്ന് ആലോചിക്കുമ്പോഴും അതൊരു ദിവ്യ പ്രണയമായിട്ടാണ് തോന്നുന്നത്. കാരണം സ്റ്റാൻലിയുടെ എല്ലാ കാര്യത്തിലും വൈജ ഇടപെടുകയായിരുന്നു. ഭക്ഷണം കഴിച്ചോ, മദ്യപിച്ചോ, ചുരുട്ട് എത്രമാത്രം വലിച്ചു, മദ്യപിച്ചത് കൂടുതലാണെച്ചെങ്കിൽ അത് കൂടാൻ പാടില്ല, ഇത്ര ലിമിറ്റ് വെച്ചിട്ട് ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വൈജ എല്ലാ കാര്യങ്ങളിലും സ്റ്റാൻലിയെ നിയന്ത്രിച്ചിരുന്നു. സ്റ്റാൻലി ആണെങ്കിൽ അതെല്ലാം അനുസരിച്ചിരുന്നു. അയാൾക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രം അയാൾ സമ്മതം മൂടും. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവർ പരസ്പരം ഷെയർ ചെയ്ത് വളരെ വലിയൊരു സ്നേഹമായിരുന്നു അവർക്കിടയിലുണ്ടായിരുന്നത്. ആ ഇരിക്കുന്ന സമയത്താണ് ഒരിക്കൽ വൈജ സ്റ്റാൻലിയോട് ചോദിക്കുന്നത്, നമ്മളുടെ ഈ ബന്ധം എവിടെ ചെന്ന് അവസാനിക്കുമെന്നാണ് സ്റ്റാൻലിക്ക് തോന്നുന്നത് എന്ന്. അപ്പോൾ സ്റ്റാൻലി പറയും, അത് നിനക്കെന്താ അങ്ങനെ ഒരു സംശയം, നമ്മുടെ ബന്ധം എന്ന് പറഞ്ഞാൽ തീർച്ചയായും വിവാഹത്തിൽ ചെന്നിട്ട് തന്നെയാണ് അവസാനിക്കുക, അതിനെല്ലാം ഞാൻ ചെയ്തോളാം, നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട എന്ന് പറയുകയാണ്. പിന്നെ അവർ ഒരുമിച്ച് താമസിക്കാനും കറങ്ങാനും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് വൈജ ഗർഭിണിയാണോ എന്ന് വൈജയ്ക്കൊരു സംശയമായപ്പോഴാണ് വൈജ സ്റ്റാൻലിയോട് ചോദിക്കുന്നത്, ഞാൻ ഗർഭിണിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന്. അപ്പോൾ സ്റ്റാൻലി പറയും, ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യം തന്നെ ആയിരുന്നല്ലോ, മറ്റുള്ളവർക്ക് സംശയം തോന്നാത്ത അത്രയും കാലം നീ ജോലിയിൽ തുടർന്നോളും. അതോടുകൂടി വൈജയ്ക്ക് ആ ഒരു പേടിയും മാറി. കാരണം എന്ത് വന്നാലും സ്റ്റാൻലി കൂടെയുണ്ട് എന്നുള്ള ഒരു ധൈര്യം, പ്രതിസന്ധികൾക്കെതിരെ പൊരുതുന്ന ഒരു പട്ടാളക്കാരനാണല്ലോ തൻ്റെ പുരുഷൻ, അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ടതില്ല. കഷ്ടിച്ചൊരു 5 മാസമായപ്പോൾ നമ്മുടെ വൈജയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ജൂലിയാന എന്നൊരു സിസ്റ്ററുണ്ട്. ആ സിസ്റ്ററാണ് ആദ്യം ഒന്ന് സംശയിച്ചിട്ട് ചോദിച്ചത്, ജയന്തി കൂടുതൽ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, വയറിന് വലിപ്പം കൂടുതലുള്ളതുപോലെ ഒരു ചെക്കപ്പ് ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും, എന്തെങ്കിലും ഇൻറ്റീരിയൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടെങ്കിൽ അറിയാമല്ലോ എന്ന്. ആ കന്യാസ്ത്രീ ഒരിക്കലും ഒരു അവിവാഹിതയായ ഒരു പെൺകുട്ടി ഗർഭിണിയാണെന്ന് വിചാരിക്കുന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. അപ്പോൾ വൈജ വേഗം സ്റ്റാൻലിയോട് പറഞ്ഞു. അപ്പോൾ സ്റ്റാൻലി പറയുന്ന ഈ ഒരു കാര്യം റിസൈൻ ചെയ്യുക, കാരണം ഇനി വെച്ചിരിക്കാൻ പറ്റില്ല, വീട്ടിൽ വിവാഹാലോചനയുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് പെട്ടെന്ന് തന്നെ റിസൈൻ ചെയ്യുമെന്ന് പറയുകയാണ്.
അപ്പോൾ വൈജ അതേപോലെ തന്നെ വീട്ടിൽ വിവാഹാലോചനയുണ്ടെന്ന് പറഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് ജോലി രാജിവെച്ചു. അപ്പോൾ ഈ പ്ലാനിംഗ് ഒക്കെ സ്റ്റാൻലിയുടെയാണ്. പിന്നെ ഒരു കാര്യം ചെയ്തു, ഒരു ആഗ്രയിൽ തന്നെയുള്ള ഒരു സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ചിട്ട് ഒരു താൽക്കാലിക വിവാഹ കരാർ എഴുതി ഒപ്പിട്ടു. കാരണം ഒന്നിച്ച് താമസിക്കുമ്പോൾ ഉണ്ടാവുന്ന തടസ്സങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തത്. പിന്നെ ആഗ്രയിൽ നിന്ന് കുറച്ച് അകലെ സഞ്ജയ് പ്ലേസിൽ സ്റ്റാൻലി ഒരു വാടക വീട് എടുത്തിരുന്നു. ഒരു വീടിൻ്റെ ഔട്ട് ഹൗസായി ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ വീട്. പക്ഷേ ചെറിയ വീടാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. സ്റ്റാൻലിക്കാണെങ്കിൽ അവിടെ വന്ന് താമസിക്കാൻ പറ്റില്ല. പക്ഷേ വൈജയ്ക്ക് തുണയായിട്ട് ഒരു ആയയെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതേ വളപ്പിൽ തന്നെയാണ് നമ്മുടെ ഹൗസ് ഓണറും കുടുംബവും താമസിക്കുന്നത്. ആകെ ഒരു വിഷമമേ വൈജയ്ക്കുള്ളൂ. കാരണം സ്റ്റാൻലി ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്, വൈജ ഈ റെൻറ്റഡ് ഹൗസിലും. അവർക്ക് ഒരുമിച്ച് വിവാഹം കഴിച്ചാൽ മാത്രമേ വൈജയ്ക്ക് സ്റ്റാൻലിയുടെ കൂടെ ക്വാർട്ടേഴ്സിൽ താമസിക്കാൻ പറ്റുള്ളൂ. ആ ഒരു വിഷമം മാത്രമേ വൈജയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ സ്റ്റാൻലിയുടെ ഷർട്ട് ഇട്ടുകൊണ്ടാണ് വൈജ ഉറങ്ങിയിരുന്നത്. കാരണം അതിട്ട് കിടക്കുമ്പോൾ ഒരു പ്രൊട്ടക്ഷൻ, ഒരു സ്നേഹം, അതൊക്കെയായിരുന്നു വൈജയ്ക്ക് ഫീൽ ചെയ്തിരുന്നത്. പിന്നെ പകൽവേളകളിലൊക്കെ സ്റ്റാൻലി അങ്ങോട്ട് വരും. ലീവൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് സന്ധ്യ വരെ വൈജയോട് കൂടെ ഇരിക്കും. പിന്നെ പുനലൂർ പോയിട്ട് വൈജയുമായിട്ടുള്ള വിവാഹവും പിന്നെ അവരുടെ കുഞ്ഞിൻ്റെ ജനനമൊക്കെ സ്റ്റാൻലി സ്വപ്നം കണ്ടിരുന്നു. അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുമ്പോൾ ആ കുഞ്ഞിന് സമൂഹത്തിൻ്റെ ബലം കിട്ടണമെങ്കിൽ അച്ഛനമ്മയും നിയമാനുസൃതമായി വിവാഹിതരാവണം. അതുപോലെ തന്നെ ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിന് പേരിന് മുൻപിൽ മതത്തിൻ്റേതായ കോളം പൂരിപ്പിക്കേണ്ടതും ഉണ്ട്. അതൊന്നും അവശേഷിക്കരുത്. അതൊക്കെ കൃത്യമായി തന്നെ നടക്കണം. അതിനുവേണ്ടി പുനലൂർ പോയിട്ട് വിവാഹം കഴിക്കണം. പിന്നെ വീട്ടുകാരെ കുറച്ച് സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് വെച്ചെങ്കിൽ വിവാഹം കഴിക്കാമെന്നുള്ളൊരു ധൈര്യമൊക്കെ സ്റ്റാൻലിക്ക് ഉണ്ടായിരുന്നു. പിന്നെ 5 മാസമൊക്കെ കഴിഞ്ഞു, 6 മാസം 7 മാസം ഒക്കെ ആയി തുടങ്ങി വൈജയ്ക്ക്. അപ്പോൾ വൈജയുടെ കൂടെയുള്ള ഈ ആയ, അവർ സൊനാലി എന്നായിരുന്നു അവരുടെ പേര്. അവരൊരു മറാത്തി സ്ത്രീയായിരുന്നു. അവരെപ്പോഴും വൈജയോട് പറയും, മേം സാബിൻ്റെ വയറ്റിലൊരു പെൺകുഞ്ഞാണ്, അതുകൊണ്ടാണ് വയറിന് ഇത്ര വലിപ്പം കൂടുതൽ. അതിനുള്ള ലക്ഷണങ്ങളൊക്കെ അവർ പറയുമായിരുന്നു. അപ്പോൾ സ്റ്റാൻലിയോട് ഒരിക്കൽ വൈജ പറഞ്ഞു, സൊനാലി പറഞ്ഞു എൻ്റെ അടുത്ത് ഇതൊരു പെൺകുഞ്ഞാവുമെന്ന്. അപ്പോൾ സ്റ്റാൻലിക്ക് വളരെ സന്തോഷം. സ്റ്റാൻലി പറയും, ഞാനൊരു പെൺകുഞ്ഞിനെ തന്നെയായിരുന്നു ആഗ്രഹിച്ചിരുന്നത് എന്ന്. അപ്പോൾ വൈജ പറയണേ, എനിക്കൊരു ആൺകുഞ്ഞിനെയാണ് ഇഷ്ടം. കാരണം സ്റ്റാൻലിയുടെ സ്വഭാവമൊക്കെ ഉള്ളൊരു ആൺകുഞ്ഞ്, അവനെങ്ങനെ മെരുക്കി നടക്കാമല്ലോ, എനിക്കതായിരുന്നു ഇഷ്ടം. ഇനിയിപ്പോൾ സ്റ്റാൻലിക്ക് പെൺകുഞ്ഞിനെയാണ് ഇഷ്ടം വെച്ചെങ്കിൽ എന്നാൽ പെൺകുഞ്ഞ് തന്നെ ആവട്ടെ എന്നായിരുന്നു നമ്മുടെ വൈജയുടെയും പ്രാർത്ഥന. അങ്ങനെ അപ്പോൾ ആ സമയത്തൊക്കെ സൊനാലി പറയും, മാഡം മേം സാബ് നല്ല സന്തോഷമായിട്ട് ഇരിക്കണം. കാരണം അമ്മയുടെ മനസ്സിലുള്ള വികാരങ്ങളും വിചാരങ്ങളൊക്കെ വയറ്റിലുള്ള കുട്ടീനെ സ്വാധീനിക്കും. സ്നേഹവും ക്ഷമയും അതുപോലെ തന്നെ സത്യസന്ധതയൊക്കെ ഉള്ള ഒരു കുട്ടി പിറക്കണമെങ്കിൽ ഗർഭകാലം മുഴുവൻ അമ്മ അതേ ഗുണങ്ങളോട് കൂടിയിരിക്കണം. അപ്പോൾ അതനുസരിച്ചിട്ട് തന്നെ വൈജ എപ്പോഴും സന്തോഷത്തിലും ഒക്കെ ഇരിക്കാൻ തുടങ്ങി. പിന്നെ ഏറെ സമയം സ്റ്റാൻലിയെ കുറിച്ചിട്ടായിരുന്നു ചിന്തിക്കുക. അപ്പോൾ സ്റ്റാൻലിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിൽ സ്നേഹവും ഒക്കെ വൈജയുടെ മനസ്സിലോട്ട് വരുമായിരുന്നു. അങ്ങനെ വളരെ സന്തോഷകരമായ ഒരു ഗർഭകാലമായിരുന്നു വൈജയ്ക്ക് ഉണ്ടായിരുന്നത്. പിന്നീട് സ്റ്റാൻലി ഏകദേശം വൈജയ്ക്ക് ഒരു 8 മാസമൊക്കെ ആകുമ്പോൾ പുനലൂർക്ക് അച്ഛനെയും അമ്മയും കണ്ട് വിവരങ്ങളൊക്കെ സംസാരിച്ച് അവരുടെ സമ്മതമൊക്കെ വാങ്ങി വരാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു ഏകദേശം ഒരു 10 ദിവസം എടുക്കും സ്റ്റാൻലിക്ക് നാട്ടിൽ വന്ന് പോരാൻ. പക്ഷേ അതിനുള്ള കാര്യങ്ങളെല്ലാം സ്റ്റാൻലി ചെയ്തു വെച്ചിരുന്നു. ആയെ ഒക്കെ പറഞ്ഞ് ശരിയാക്കി. അതുപോലെ തന്നെ ഹൗസ് ഓണറോടും സ്റ്റാൻലിക്ക് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഹൗസ് ഓണറോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒക്കെ ശരിയാക്കിയിട്ടാണ് സ്റ്റാൻലി പോകുന്നത്. അപ്പോൾ വൈജയ്ക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന ഒരു ദൂരത്തേക്ക് അല്ലല്ലോ സ്റ്റാൻലി പോകുന്നത് എന്നൊരു വിഷമം മാത്രമേ വൈജയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വൈജയോട് പറയും, നീ വിഷമിക്കേണ്ട, ഞാൻ പെട്ടെന്ന് തന്നെ ഒക്കെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് പോയി വരാം. എങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ അച്ഛനെ അമ്മയൊക്കെ സംസാരിപ്പിച്ച് ശരിയാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി പോവാണ്. അങ്ങനെ ആ 10 ദിവസവും വൈജ അങ്ങനെ എണ്ണിയിട്ടാണ് ഇരിക്കുന്നത്, സ്റ്റാൻലി വരുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് സ്റ്റാൻലി ഒരു തവണ ഈ ഹൗസ് ഓണറുടെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വിളിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ 10 ദിവസം കഴിഞ്ഞ് 11ാമത്തെ ദിവസം വീടിൻ്റെ വാതിലുമേലാരോ മുട്ടുന്ന സൗണ്ട് കേട്ടിട്ടാണ് വൈജ വാതിൽ തുറക്കുന്നത്. അപ്പോൾ സ്റ്റാൻലി ആവുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് വൈജ ചെല്ലുന്നത്. പക്ഷേ വാതിൽ തുറന്നപ്പോൾ വൈജയെ അമ്പരപ്പിച്ചുകൊണ്ട് ആ നിൽക്കുന്നത് നമ്മുടെ സ്റ്റാൻലി അല്ല, പകരം ഗംഗേട്ടനും ശിവേട്ടനാണ്. അപ്പോൾ പെട്ടെന്ന് വൈജയ്ക്ക് വല്ലാത്തൊരു ഷോക്കായിപ്പോയി. അങ്ങനെ പക്ഷേ സ്റ്റാൻലിയുടെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ച് നിന്നിരുന്ന വൈജയുടെ വീട്ടിലോട്ട് വൈജയുടെ ചേട്ടന്മാരാണ് എത്തുന്നത്. അതും പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള വൈജ.
അവർ കൂടുതലൊന്നും ചോദിക്കാനൊന്നും നിന്നില്ല. കാരണം അവർക്ക് വൈജയുടെ അവസ്ഥ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പക്ഷേ അവർ പറഞ്ഞു, നീ ഇങ്ങനെ ഈ സമയത്ത് ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കണ്ട, നമുക്ക് നാട്ടിലോട്ട് പോകാം എന്ന് വൈജയോട് പറയുന്നുണ്ട്. വൈജ പറഞ്ഞു, എനിക്ക് പറ്റില്ല, സ്റ്റാൻലി തിരിച്ചു വരാതെ ഞാൻ ഒരു ഇഞ്ച് പോലും നീങ്ങില്ല, കൊന്നാലും ഞാൻ വരില്ല, ഒരു ജീവിതമുണ്ടെങ്കിൽ അതെനിക്ക് സ്റ്റാൻലിയോടൊപ്പമുള്ളൂ എന്നൊക്കെ പറയാണ്. അങ്ങനെ ശിവനും ഗംഗേട്ടനും ഒരു 3 ദിവസം കൂടി അവിടെ ഒരു ഹോട്ടലിൽ റൂമെടുത്ത് താമസിക്കും. പക്ഷേ 15 ദിവസം കഴിഞ്ഞിട്ടും സ്റ്റാൻലിയുടെ ഒരു അടയാളമില്ല, ഫോൺ കോഡില്ല, അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഈ അവസ്ഥയിൽ പിന്നെ നീ ഇവിടെ നിൽക്കണ്ട, നമുക്ക് നാട്ടിലോട്ട് തിരിച്ചു പോകാം എന്ന് പറയുകയാണ്. അപ്പോൾ വൈജ ഒരു കണ്ടീഷൻ വെക്കും, നമുക്ക് ആദ്യം പുനലൂർക്ക് പോകാം, എന്നിട്ട് സ്റ്റാൻലിയെ കാണണമെന്ന്. അപ്പോൾ ഗംഗേട്ടനും ശിവേട്ടനും അത് സമ്മതിച്ചു. പിന്നെ അവർ താമസിക്കുന്ന വാടക വീടിൻ്റെ ഓണറുണ്ട്, അയാളോട് പറഞ്ഞു, കാരണം ഏതെങ്കിലും വകേന സ്റ്റാൻലി വരികയാണെച്ചെങ്കിൽ അയാളോട് പുനലൂർക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ട് ഇവർ നാട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ ഇവർ പോകുന്നത്, ഗംഗേട്ടനും ശിവേട്ടനും വൈജയും കൊണ്ട് പോകുന്നത് തിരുവനന്തപുരത്തുള്ള രാവുണ്ണി അമ്മാവൻ്റെ വീട്ടിലായിരുന്നു. കാരണം ആദ്യം തന്നെ പൂർണ്ണ ഗർഭിണിയായിട്ട് കൊല്ലപ്പള്ളിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ എന്താ പറയാമെന്നറിയില്ല. അപ്പോൾ സ്റ്റാൻലി ആയിട്ടുള്ള വിവാഹം നടത്തിയതിന് ശേഷം മാത്രം കൊല്ലപ്പള്ളിയിലേക്ക് പോയാൽ മതിയെന്ന് ഗംഗേട്ടനും ശിവേട്ടനും പറഞ്ഞു. അപ്പോൾ അത് ശരിയാണെന്ന് വൈജയ്ക്കും തോന്നി. അങ്ങനെ രാവുണ്ണി അമ്മാവൻ്റെ വീട്ടിലെത്തി 2 ദിവസം കഴിഞ്ഞപ്പോൾ വൈജയുടെ അച്ഛൻ വന്നു. അപ്പോൾ അച്ഛൻ വന്നപ്പം വൈജയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. കാരണം അച്ഛൻ്റെ മുന്നിൽ പൊട്ടിക്കരയാണ് ചെയ്തത്. എന്നിട്ട് ഞാൻ സ്റ്റാൻലിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടായിട്ട് അച്ഛൻ, എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് സ്റ്റാൻലിയുടെ കൂടെ ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ ക്ഷമിച്ചു. അച്ഛൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വിവാഹം നടത്തിത്തരാം, നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് അച്ഛൻ ആശ്വസിപ്പിച്ചു. അപ്പോൾ ആശ്വസിപ്പിച്ചപ്പോൾ വൈജയ്ക്ക് വല്ലാത്ത കുറ്റബോധമായി. കാരണം സ്റ്റാൻലിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര ആൾക്കാരെയാണ് വെറുപ്പിച്ചത്, എന്നിട്ടും അവരെല്ലാവരും എന്നോട് ക്ഷമിച്ചു. ഗംഗേട്ടൻ ക്ഷമിച്ചു, ശിവേട്ടൻ ക്ഷമിച്ചു, അച്ഛൻ ക്ഷമിച്ചു, അങ്ങനെ എല്ലാവരും ക്ഷമിച്ചു. അപ്പോൾ താൻ ചെയ്തത് വലിയൊരു തെറ്റാണെന്നുള്ളൊരു ചിന്ത വൈജയ്ക്കുള്ളിലും വന്നു. അങ്ങനെ രാവുണ്ണി അമ്മാവനും ശിവേട്ടനും ഗംഗേട്ടനൊക്കെ കൂടിയിട്ട് സ്റ്റാൻലിയുടെ വീട്ടിലോട്ട് പെണ്ണന്വേഷിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ വൈജ പറയും, ഞാനും കൂടി വരാം എന്ന് പറഞ്ഞ് വൈജ വാശി പിടിക്കും. അപ്പോൾ അച്ഛൻ പറയും, വേണ്ട മോളെ, കാരണം ഗർഭിണിയായിട്ടുള്ള നിന്നെയും കൊണ്ട് അവിടെ ചെന്ന് വില പേശാനാണെന്ന് അവർ പറയും, അതുകൊണ്ട് ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവർ പോയിട്ട് വരികയാണ്. അങ്ങനെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവരത്ര സന്തോഷത്തിലൊന്നല്ല തിരിച്ചു വരുന്നത്. അപ്പോൾ എന്താ കാര്യമെന്ന് വൈജ ചോദിക്കുമ്പോൾ സ്റ്റാൻലി അവളുടെ അച്ഛൻ പറയാണ്, വൈജയുടെ അച്ഛൻ പറയാണ്, അതായത് സ്റ്റാൻലിക്ക് അവിടെ ഒരു വിവാഹം ഉറപ്പിച്ചിട്ടുണ്ട് അവർ എന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ വൈജയ്ക്ക് ആകെ കരച്ചിലും ബഹളമൊക്കെ ആവും വൈജ. അപ്പോൾ വൈജ പറയും, എനിക്ക് എന്തായാലും സ്റ്റാൻലിയെ കണ്ടേ പറ്റുള്ളൂ, കാരണം സ്റ്റാൻലി ഒരിക്കലും മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന്. അപ്പോൾ ഗംഗം പറയുമ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ സ്റ്റാൻലി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, വീട്ടുകാരെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നീ അതുവരെ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന്. അപ്പോൾ വൈജയ്ക്ക് അതിൽ ഒരു ശരിയാണെന്ന് തോന്നി. അങ്ങനെ വൈജ പറയും, ശരി, എന്നാൽ ഞാൻ അതുപോലെ തന്നെ ചെയ്യാമെന്ന്. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞിട്ടും സ്റ്റാൻലി വരുന്നില്ല. അപ്പോഴേക്കും ഗംഗേട്ടൻ പിന്നെ ആഗ്രയിലോട്ട് തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ കുഞ്ഞിരാമ മേനോൻ, അതായത് വൈജയുടെ അച്ഛനും രാവുണ്ണി മേനോൻ, വൈജയുടെ അമ്മാവനും കൂടിയിട്ട് വീണ്ടും ചെന്ന് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ അവരുടെ കയ്യിലൊരു വെഡ്ഡിങ് ഇൻവിറ്റേഷൻ ലെറ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഇൻവിറ്റേഷൻ ലെറ്റർ കാണിച്ചു കൊടുത്തിട്ട് പറയും, ഇത് സ്റ്റാൻലിയുടെ വെഡ്ഡിങ് കാർഡാണ്, 4 ദിവസം കൂടി വിവാഹത്തിനുള്ളൂ, അവരുടെ ഇടവകപ്പള്ളിയിൽ വെച്ചിട്ട് സ്റ്റാൻലിയുടെ എൻഗേജ്മെൻറ്റ് കഴിച്ചു, ഇത് കല്യാണത്തിനുള്ള കത്താണിത്, ഇനി അങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞിട്ടാണ് അവർ ഞങ്ങളെ വാൺ ചെയ്ത് വിടുകയാണ് ഉണ്ടായത് എന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ വൈജ പറയും, അപ്പോൾ സ്റ്റാൻലിയെ കണ്ടില്ലേ, സ്റ്റാൻലി നിങ്ങളോടൊന്നും പറഞ്ഞില്ലേ എന്ന്. അപ്പോൾ നമ്മൾ വൈജയുടെ അച്ഛൻ പറയും, ഞങ്ങൾ അവനെ കണ്ടു, ഞാൻ അവനോട് ചോദിച്ചു, എൻ്റെ മകളെ പ്രേമിച്ച് വശത്താക്കി ഗർഭിണിയാക്കി ചതിച്ചിട്ട് നീ എന്താണ് ഈ കാണിച്ചിരിക്കുന്നതെന്നൊക്കെ ഞാൻ അവൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു. അപ്പോൾ അവനോട് പറഞ്ഞു, സോറി, ഞാൻ ഇങ്ങനെ ആകുമെന്ന് വിചാരിച്ചില്ല, എൻ്റെ പാരൻസ് എന്നെ സമ്മതിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നൊക്കെ സ്റ്റാൻലി ഓരോരോ കാര്യങ്ങൾ പറയണം. പക്ഷെ അങ്ങനെ അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ വൈജ ആകെ തകർന്നു. വൈജയ്ക്ക് പെട്ടെന്ന് തന്നെ വേദന തുടങ്ങി. കാരണം ഇത്രയും ടെൻഷനൊക്കെ ആയപ്പോൾ പ്രസവത്തിനുള്ള വേദന തുടങ്ങി. ഇനിയും പ്രസവത്തിന് യഥാർത്ഥത്തിൽ 9 ദിവസം കൂടിയുണ്ട്. പക്ഷെ പെട്ടെന്ന് വൈജയ്ക്ക് വേദനയായപ്പോൾ വൈജ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ലേബർ റൂമിൽ കയറ്റിയതൊക്കെ വൈജയ്ക്ക് ഓർമ്മയുണ്ട്. പിന്നെ വൈജയ്ക്ക് ഒന്നും ഓർമ്മയില്ല. ഓർമ്മ വരുമ്പോൾ വയറ് ഒഴിഞ്ഞിട്ടുണ്ട്. അതായത് വയറിൻ്റെ തപ്പി നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെ ഒരു ലക്ഷണങ്ങളും ഇല്ല. അപ്പോൾ അവിടെയുള്ളൊരു നേഴ്സിനോട് വൈജ ചോദിക്കും, എന്താ എൻ്റെ കുഞ്ഞ്, എന്താണ്, പെൺകുഞ്ഞാണോ, എൻ്റെ പ്രസവം എങ്ങനെയായിരുന്നു ഒക്കെ. അപ്പോൾ ആ നേഴ്സ് പറയുകയാണ്, അതായത് നിങ്ങൾക്ക് അവസ്ഥ കുറച്ച് മോശമായിരുന്നു,
ആ അവസ്ഥയിൽ ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ കുഞ്ഞ് ഇതിൽ ആരെങ്കിലും ഒരാളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെയാണ് രക്ഷിച്ചത് എന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ വൈജയ്ക്ക് മനസ്സിലായി തൻ്റെ കുഞ്ഞ് മരിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ വൈജ ചോദിക്കും, അല്ല എൻ്റെ എന്ത് കുഞ്ഞായിരുന്നു, പെൺകുഞ്ഞായിരുന്നു എന്ന്. കാരണം സ്റ്റാൻലി അത്രയ്ക്ക് ആഗ്രഹിച്ചിരുന്നല്ലോ ഒരു പെൺകുഞ്ഞിനെ. അപ്പോൾ നേഴ്സൊന്നും മിണ്ടില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ വൈജയ്ക്ക് മനസ്സിലാവും താൻ പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞിനെയാണെന്ന്. പിന്നെ വൈജയ്ക്ക് അവിടെ നിന്ന് ആകെ ദേഷ്യവും ഒക്കെ ആയിരുന്നു. കാരണം പ്രസവത്തിൻ്റെ 2 മാസം പ്രസവ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം വൈജനെ കൊല്ലപ്പള്ളിയിലോട്ട് തിരിച്ചു കൊണ്ടുവരും. കൊല്ലപ്പള്ളിയിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴും വൈജ ആകെ ഒരു മാനസികമായിട്ട് തളർന്ന അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഗംഗേട്ടനും മാലതിയും അവളെ തിരിച്ച് ആഗ്രയിലോട്ട് കൊണ്ടുപോയിട്ട് ഒരു പഴയ വൈജി ആക്കിയെടുക്കാൻ അവർ ഒരുപാട് പരിശ്രമിച്ചു. അങ്ങനെ ഒരുപാട് പരിശ്രമിച്ചതിന് ശേഷമാണ് വൈജ ഒന്ന് ശരിയായത്. അപ്പോഴാണ് വൈജയ്ക്ക് കല്യാണാലോചനകൾ ഒരുപാട് വന്നിരുന്നത്. അപ്പോൾ എല്ലാവരും നിർബന്ധിക്കുകയായിരുന്നു. അച്ഛനും സഹോദരങ്ങളൊക്കെ നിർബന്ധിച്ചപ്പോൾ വൈജ സമ്മതം മൂളി. അങ്ങനെ ഇവരുടെ വീട്ടിൽ തന്നെ പണ്ടൊരു ആശ്രിതനായിരുന്ന ബാലചന്ദ്രൻ്റെ വിവാഹാലോചന വരികയും ബാലചന്ദ്രനെ വിവാഹം കഴിക്കാൻ വൈജ മനസ്സോടെ സമ്മതിക്കുകയാണ് ചെയ്തത്. പക്ഷേ വൈജയ്ക്ക് അതേസമയം സ്റ്റാൻലിയോട് ഒരു പകയായിരുന്നു. കാരണം തന്നെ ഇങ്ങനെ ഈ അവസ്ഥയിലാക്കി സ്നേഹം നടിച്ച് ചതിച്ച് ഇങ്ങനത്തെ അവസ്ഥയിലാക്കിയ സ്റ്റാൻലി ഒരിക്കൽ പോലും ഇനി ജീവിതത്തിൽ കാണരുതേ എന്നുള്ള ദേഷ്യവും പകയും ഒക്കെ ഉള്ളിലൊതുക്കിയിട്ടാണ് വൈജ ജീവിക്കുന്നത്. പക്ഷേ ഇവർക്ക് യഥാർത്ഥത്തിൽ സ്റ്റാൻലിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഈ നിമിഷം വരെ വൈജയ്ക്ക് അറിയുകയില്ല.